ഗ്ലാമർ പോരാട്ടത്തിലേക്ക് പേരാവൂർ. സണ്ണി ജോസഫിനെ അട്ടിമറിക്കാൻ കെ ശൈലജ. ബി.ജെ.പി. 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമോ? (2026) നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാന സ്റ്റാർ മണ്ഡലങ്ങളിലൊന്നാണ് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ. മലയോര പ്രദേശങ്ങൾ നിറഞ്ഞ പേരാവൂർ മണ്ഡലത്തിൽ ആ നാട്ടുകാർ തന്നെയായ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫും CPM കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ ടീച്ചറും തമ്മിലാണ് പ്രധാന മത്സരം. BDJS-ലെ പൈലി വാദ്യാട്ടാണ് NDAയുടെ സ്ഥാനാർത്ഥി. തുടർച്ചയായ 4-ാം MLA സ്ഥാനം ലക്ഷ്യമിട്ട് സണ്ണി ജോസഫ് ഇറങ്ങുമ്പോൾ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ഭാരിച്ച ചുമതലയാണ് പേരാവൂരിൽ മുൻ MLA കൂടിയായ ശൈലജയെ CPM ഏൽപ്പിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ കിഴക്കൻ പ്രദേശങ്ങളായ ഇരിട്ടി നഗരസഭയും ആറളം, അയ്യൻകുന്ന്, കണിച്ചാർ, കേളകം, കൊട്ടിയൂർ, മുഴക്കുന്ന്, പായം, പേരാവൂർ ഗ്രാമപഞ്ചായത്തുകളും ചേരുന്നതാണ് പേരാവൂർ നിയമസഭാ മണ്ഡലം. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതിന് കനത്ത തിരിച്ചടി ഈ മേഖലയിൽ കിട്ടിയിരുന്നു. കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയെന്ന വിശേഷണമുള്ള മണ്ഡലമാണ് പേരാവൂർ. 2006-ൽ UDF സ്ഥാനാർത്ഥി AD മുസ്തഫയെ 999 വോട്ടുകൾക്ക് തോൽപ്പിച്ച് LDF-ന്റെ കെ ശൈലജ വിജയക്കൊടി പാറിച്ചപ്പോഴാണ് ഇതിനൊരു മാറ്റം വന്നത്. എന്നാൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ 2011-ൽ 3440 വോട്ടുകൾക്ക് കെ ശൈലജ പേരാവൂരിൽ സണ്ണി ജോസഫിനോട് പരാജയം രുചിച്ചു. അങ്ങനെ 2011, 2016, 2021 വർഷങ്ങളിലായി 3 വട്ടം സണ്ണി ജോസഫ് പേരാവൂരിന്റെ MLA ആയി. എന്നാൽ 2011 മുതൽ അങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ വലിയ ഭൂരിപക്ഷം മണ്ഡലത്തിൽ കോൺഗ്രസിനും LDF-നും അവകാശപ്പെടാനില്ല. 2011-ൽ കെ ശൈലജയെ സണ്ണി ജോസഫ് പരാജയപ്പെടുത്തുന്നത് 3440 വോട്ടുകൾക്കാണെങ്കിൽ 2016-ൽ CPM-ന്റെ ബിനോയ് കുര്യൻ പ്രധാന എതിരാളിയായി വന്നപ്പോൾ ഭൂരിപക്ഷം 7989 വോട്ടുകളായിരുന്നു. 2021-ൽ മറ്റൊരു CPM യുവമുഖം സക്കീർ ഹുസനെതിരെ സണ്ണി ജോസഫിന്റെ ഭൂരിപക്ഷം വീണ്ടും കുറഞ്ഞു. 2021-ൽ 3772 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷമാണ് പേരാവൂരിൽ സണ്ണി ജോസഫ് നേടിയത്. കണ്ണൂരിൽ ഇരിക്കൂർ പോലെ UDF-ന്റെ ഉറച്ച മണ്ണായി ആഴ്ചകൾക്ക് മുൻപ് വരെ കണക്കാക്കിയിരുന്ന പേരാവൂർ LDF സ്ഥാനാർത്ഥി കെ ശൈലജയുടെ വരവോടെ തീപാറും പോരിന് വേദി